ലൈഫിൽ ഞാൻ യൂസ് ചെയ്ത 3 പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി പറഞ്ഞു തരാം. ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുക. എത്ര പേർക്ക് ആ ഒരു പവർഫുൾ സ്ട്രാറ്റജി അറിയണമെന്നുണ്ട്? എങ്കിൽ 3 എന്ന് ടൈപ്പ് ചെയ്യാം. 3 എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ ദാറ്റ്. ആദ്യമായിട്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു 30 ദിവസം കൊണ്ട് നിങ്ങളുടെ ആയിട്ടുള്ള പ്രശ്നങ്ങളെ കണ്ടുപിടിക്കുക. നമുക്കൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ആ ഒരു പ്രോബ്ലംസിനെ നമ്മൾ ബ്ലൂ പ്രിന്റ്സ് എന്ന് പറയും. നമ്മുടെ ബ്ലൂ പ്രിന്റ്സ് കണ്ടുപിടിക്കുക. നിങ്ങൾ 3 ടൈപ്പിൽ ചെയ്യാം. ഒന്ന്, നിങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ. രണ്ടാമതായിട്ട് നിങ്ങളുടെ ബിസിനസ്സിലുള്ള പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുക. മൂന്നാമതായിട്ട് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള പ്രശ്നങ്ങളെ കണ്ടുപിടിക്കുക. എന്തൊക്കെയാണ് കണ്ടുപിടിക്കാനുള്ളത്? നിങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കണം. രണ്ടാമതായിട്ട് നിങ്ങളുടെ ബിസിനസ്സിനുള്ള പ്രശ്നങ്ങൾ കണ്ടുപിടിക്കണം. മൂന്നാമതായിട്ട് നിങ്ങളുടെ എൻവയോൺമെന്റിലുള്ള പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുക. ഈ 3 പ്രശ്നങ്ങളും നിങ്ങൾ കണ്ടുപിടിക്കുക. 30 ദിവസത്തെ സമയം എടുത്തുകൊണ്ട് നിങ്ങൾ കണ്ടുപിടിക്കുക. ഓരോ ദിവസം ഓരോ പ്രോബ്ലംസ് നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ. പ്രോബ്ലം നിങ്ങൾ നോക്കുക. നിങ്ങൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, ഏതൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ? സെൽഫായിട്ടുള്ള പ്രോബ്ലംസ്, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പ്രശ്നങ്ങൾ, എൻവയോൺമെൻറ്റിൻ്റെ പ്രശ്നങ്ങൾ. എൻവയോൺമെൻറ്റ് പ്രശ്നമ്പോൾ നിങ്ങളുടെ കസ്റ്റമേഴ്സ് വരുന്നുണ്ടായിരിക്കാം, ചിലപ്പോൾ നാട്ടുകാർ വരുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ റിലേറ്റീവ്സ് വരുന്നുണ്ടായിരിക്കാം. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ അതിനകത്ത് ഇൻവോൾവ് ആയിരിക്കാം. ഓക്കെ. കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അതിനുശേഷം ഈ പ്രശ്നങ്ങളൊന്നും നിങ്ങൾ പ്രശ്നങ്ങളായിട്ട് എടുക്കരുത്. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിന് സൊല്യൂഷൻസ് നിങ്ങൾ കണ്ടുപിടിക്കുക. പ്രോബ്ലം എഴുതി കഴിഞ്ഞാൽ സൊല്യൂഷൻ വേണം. എങ്ങനെ സൊല്യൂഷൻ കിട്ടുന്നേ? എങ്ങനെ സൊല്യൂഷൻ കിട്ടുന്നേ? അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. കാരണം വെച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ സൊല്യൂഷൻസ് കണ്ടുപിടിച്ച് നോക്കുക. ഈ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സൊല്യൂഷൻ എന്താണോ അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ച് ദിവസം നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഓക്കെ. എന്നിട്ട് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുക, ഇത് പ്രോബ്ലം ആണോ സൊല്യൂഷൻ ആണോ നോക്കുക. കാരണം എൻ്റെ ജീവിതത്തിൽ ചെയ്ത സ്ട്രാറ്റജി ഇതായിരുന്നു. എന്നോട് പലരും ചോദിക്കും ഇതെങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പം ഞാൻ ആദ്യം എനിക്ക് എൻ്റെ പ്രശ്നങ്ങളെ കണ്ടുപിടിച്ചു. ആ പ്രശ്നങ്ങളിൽ നിന്നുമാണ് ഞാൻ സൊല്യൂഷൻ എടുത്തത്. ആ സൊല്യൂഷൻ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ആ സൊല്യൂഷനെ ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തു. എനിക്ക് റിസൾട്ട് കിട്ടി. അതുകൊണ്ടാണ് ഈ ഒരു പവർഫുൾ സ്ട്രാറ്റജി നിങ്ങൾക്കും പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് ഇത് എങ്ങനെ ചെയ്യണം, ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് ഉള്ള സംഭവമുണ്ട്.